Good afternoon. Good afternoon, Miss. Good afternoon. Last class നമ്മള് ടെസ്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചത് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആയിരുന്നു നമ്മൾ നോക്കിയത്, ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ അല്ലേ? മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്തോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാലോ? കുഴപ്പമില്ലല്ലോ. അപ്പോ നമ്മുടെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ മൂവ് ആവുന്നത് ഡിഫറൻസ് നമ്മൾ ഡീൽ ചെയ്തില്ലല്ലോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞില്ല. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഹാസ് 1 മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സോറി, ഞാൻ ഷെയർ ചെയ്യാൻ പോയി. Aptitude has traditionally refers to a person's capacity to profit from further training. Aptitude എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ കപ്പാസിറ്റി ആണ്. അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്ത് മാക്സിമം പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു ടെസ്റ്റ് ആണ് ഇവിടെ നടത്തുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓൾറെഡി ഏൺ ചെയ്ത അവൈലബിലിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അച്ചീവ്മെന്റ്സ് refers to the degree of ability already attained. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് പേഴ്സന്റെ കപ്പാസിറ്റി, ആ ഒരു പേഴ്സന്റെ കപ്പാസിറ്റി ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നെക്സ്റ്റ് അച്ചീവ്മെന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി നമ്മൾ അളക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പേഴ്സന്റെ കപ്പാസിറ്റി എന്തിനാ നോക്കുന്നത്, അത് കുറച്ച് കൂടുതൽ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഫർണിഷ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ, അച്ചീവ്മെന്റ് ടെസ്റ്റില് അദ്ദേഹം എന്തോരം ഡിഗ്രി ഓഫ് എബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്, ഈ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും കാരണം അദ്ദേഹത്തിന് എന്തോരം എബിലിറ്റി ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ഓൺ കോമ്പിറ്റൻസി അക്വയർഡ് ഫ്രം ജനറൽ, ഇൻഫോർമൽ, ഔട്ട് ഓഫ് സ്കൂൾ എക്സ്പീരിയൻസ്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ അക്വയർ ചെയ്യുന്നത്, നമ്മുടെ സ്കൂൾ എക്സ്പീരിയൻസിൽ നിന്ന്, ഫോർമൽ ആയിട്ടുള്ള സ്കൂൾ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് നമുക്ക് അത് അക്വയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ obtained from studying particular school subject. നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സ്. ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അച്ചീവ്മെന്റ് ടെസ്റ്റിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഓൺ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് എന്ത്, ആപ്റ്റിറ്റ്യൂഡ് എങ്കിൽ. അച്ചീവ്മെന്റ് മെഷർമെന്റ് ഫോക്കസ് ഓൺ പാസ്റ്റ്, നമ്മൾ എന്താണ് അക്വയർ ചെയ്തത്, നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത് എന്നുള്ള പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് മെഷർ എന്താണ്, ഫ്യൂച്ചർ ആണെങ്കിൽ. അച്ചീവ്മെന്റ് എങ്ങനെയാണ്, പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാവ് ബീൻ devised primarily to measure the potential achievements or predict the future level of future performance. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് ഇപ്പൊ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യാണ്, അദ്ദേഹത്തിന് എന്തോരം ഏൺ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് എത്ര രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതെന്തിനു വേണ്ടി മെഷർ ചെയ്യുന്ന ഫ്യൂച്ചർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ പെർഫോമൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികം നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാക്സിമം എബിലിറ്റി എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. Aptitude test begin in business or industrial organization context, whereas the test determine the aptitude test എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ, അതേപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, നമ്മള് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് നമ്മൾ നോക്കാറുണ്ട്. പ്ലേസ്മെന്റ് സമയത്തും ഒക്യുപേഷൻ കൗൺസിലിംഗിന്റെ ടൈമിൽ അദ്ദേഹം ഇത്രയും നാള് ഏൺ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ജസ്റ്റ് ഒന്നോട് പറയാം, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പേഴ്സന്റെ കപ്പാസിറ്റി എന്താണ് അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷൻ അദ്ദേഹത്തിന് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിനിങ്ങും അതേപോലെ ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കപ്പാസിറ്റി അറിയണം.
അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാധാരണ നോർമൽ സ്കൂൾ അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് എന്തോ നോളജ് ഓൾറെഡി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമൽ സ്കൂൾ എക്സ്പീരിയൻസ് നമ്മൾ എന്താണോ ഏൺ ചെയ്യുന്നത് അതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്ത് സബ്ജക്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് എന്റെ ബേസിക് ആയിട്ടുള്ള നോളജ്. ഇപ്പൊ ഞാൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പഠിച്ചെങ്കിൽ ഞാൻ കൊമേഴ്സിൽ എനിക്ക് എന്ത് നോളജ് ഉണ്ട്, ബിസിനസ്സിൽ എങ്ങനെയാണ് എന്റെ നോളജ്, അക്കൗണ്ട്സിൽ എങ്ങനെയാണ് നോളജ്, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നോളജ്, അത് മെഷർ ചെയ്യാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ അദ്ദേഹത്തിന്റെ എബിലിറ്റി എന്തോരം ഉണ്ട്, കപ്പാസിറ്റി മെഷർ ചെയ്തിട്ട് ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് തയ്യാറാക്കുകയാണ്. അച്ചീവ്മെന്റ് വെച്ചാൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യാണ്. അപ്പോൾ പാസ്റ്റിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അതേപോലെ അദ്ദേഹത്തിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എബിലിറ്റി മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞു. എബിലിറ്റി മനസ്സിലാക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് നമുക്ക് ഫ്യൂച്ചറിൽ എന്തോരം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ് ടു മെഷർ ദ അറ്റൈൻഡ് എബിലിറ്റി. അദ്ദേഹം ഇപ്പൊ അറ്റൈൻ ചെയ്തിട്ടുള്ള കറന്റ് എബിലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബിഗിൻ ഇൻ ബിസിനസ്, ഇൻഡസ്ട്രീസ്, ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സെലക്ഷൻ, അതേപോലെ തന്നെ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് ബോത്ത് ടൈപ്സ് ഓഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒന്ന് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സന്റെ കപ്പാസിറ്റി എന്താണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണെങ്കിൽ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്താണ്, അദ്ദേഹം എന്താണ് അതിൽ നിന്ന് അക്യൂർ ചെയ്തിരിക്കുന്നത്, നോളജും എക്സ്പീരിയൻസും നിന്നും അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് സ്റ്റാൻഡേർഡ്സ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്ടിവിറ്റിയെ പറയുന്നത് എന്ന് വെച്ചാല് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫെയർ ആയിട്ട് വേണം കണ്ടക്ട് ചെയ്യാനായിട്ട്, ബയാസ്ഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാല് മിസ്റ്റേക്കുകള് അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു ടൈപ്പ് ടെസ്റ്റ് ഡിഫറൻസ് ഒന്നും പാടില്ല. എല്ലാ കാൻഡിഡേറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ. ഇപ്പൊ PSC കാര്യമാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു സെന്ററിൽ എഴുതുന്ന ഒരു വ്യക്തിക്ക് ഒരു സെന്ററിൽ മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻസ്, ഓൾ ഓവർ ഇപ്പൊ എവിടേക്ക് എക്സാം എഴുതുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്ന അവിടെ എല്ലാവർക്കും അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അതേ ദിവസം കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും. അപ്പൊ ഒരു ഫെയർ നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റും. ഇതേ ഒബ്ജക്ടിവിറ്റി പറയുന്നത്, ഒരു ടെസ്റ്റിന്റെ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒബ്ജക്ടിവിറ്റി. ഇനി യൂട്ടിലിറ്റി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് ഞാൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, ആ വ്യക്തിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി നമ്മളെ സെലക്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടല്ലെങ്കിൽ മേ ബി എനിക്ക് എന്റെ കമ്പനിക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, നഷ്ടം വരാനുള്ള ചാൻസ് ഇല്ലേ. സോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്ക്രൂട്ടിനൈസ് ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. വെച്ചാൽ സെലക്ഷൻ പ്രോസസ്സിൽ വല്ല ഫ്രോഡോ മിസ്റെപ്രസന്റേഷനോ ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആള് നമ്മുടെ ജോബിന് ആപ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ദെൻ റിയലബിലിറ്റി ആണ്. നമ്മളെപ്പോഴും യൂണിഫോമിറ്റി, സെലക്ഷൻ ടെസ്റ്റിൽ യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഒരു എന്താ പറയുക, ഡിഫറൻഷിയേറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ അത് കുറച്ചും കൂടി റിയലബിൾ ആവുകയുള്ളൂ. വാലിഡിറ്റി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു ടെസ്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നമ്മൾ എന്താ പറയാ, ലോജിക്കലി അതേപോലെ അക്സെപ്റ്റഡ് ആണ്. ഒരു വ്യക്തിനെ മനഃപൂർവ്വം ഫെയിൽ ആക്കുന്ന രീതിയിലൊന്നും ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല. മാക്സിമം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. പ്രിപ്പറേഷൻ ഒന്ന് അത് തന്നെയാണ്. പ്രിപ്പറേഷനും പറയുന്നതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ എന്താണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ. സ്യൂട്ടബിലിറ്റി, നമ്മൾ ഓരോ ജോബിനും അതിൻ്റെതായ ഒരു നേച്ചർ ഉണ്ടാവും. അപ്പോ അതിനനുസരിച്ച് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ മേ ബി
അത് ഓൺലൈൻ ആയിട്ടായിരിക്കും ടെസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഓരോ ജോബിനും അനുസരിച്ച് അതിൻ്റെതായ ടെസ്റ്റുകളിലും വ്യത്യാസം ഉണ്ടാവും, അവർ ഡീൽ ചെയ്യുന്ന സബ്ജക്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ചൂസിങ് ഈസ് ടെസ്റ്റ്. Choosing a test. The following standards of factors should be considered while choosing a selection test. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഒബ്ജക്റ്റിവിറ്റി ആണ്. An objective test measure a variable independent of people conducting the test and circumstances of test. ഒബ്ജക്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത് എന്താണ്? ആ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് എന്ത് സർക്കംസ്റ്റാൻസസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ പർപ്പസ്, അത് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇൻ അതർ വേർഡ്സ് ദ ടെസ്റ്റ് ഹാസ് ടു ബി ഫെയർ. മറ്റൊരു വേർഡ്സിൽ പറഞ്ഞാൽ ടെസ്റ്റ് എപ്പോഴും ഫെയർ ആയിരിക്കണം, അൺഫെയർ ആവാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ്സ് ഗ്യാരണ്ടി അൺബയാസ്ഡ് മെഷേഴ്സ് ഓഫ് എംപ്ലോയീസ് എബിലിറ്റി. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ്സ് അൺബയാസ്ഡ് മെഷേഴ്സ് ആയിരിക്കും നമ്മൾ ഗ്യാരണ്ടി ചെയ്യാനായിട്ട്. ചില ബയാസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും ഫ്രോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഏറ്റവും ഒരു മെയിൻ ആയിട്ട് നടക്കുന്ന എക്സാം ആണ് PSC എക്സാം. അതിൽ പോലും ഫ്രോഡ് കാണിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. PSC എക്സാമിൽ പോലും ഒരുപാട് ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അത് ബയാസ്ഡ് ആണ് അല്ലെ? ബയാസ്ഡ് ഫോം ഓഫ് ടെസ്റ്റ് ആണ് ഏത് ഫ്രോഡൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടെസ്റ്റുകളിൽ. ഇപ്പൊ അൺബയാസ്ഡ് ഫോം ആണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ എന്താ പറയാ, കോപ്പി അടിക്കാതിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫ്രോഡ് ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി. സോ they all start with giving each candidate the same information and encouragement. എല്ലാവർക്കും ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെയിം ആയിരിക്കണം. അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസും എൻകറേജ്മെന്റും സെയിം ആയിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിനെ മാത്രം കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് യൂട്ടിലിറ്റി. It refers to financial gain obtained by using a specific selection method. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ഫിനാൻഷ്യൽ ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് യൂട്ടിലിറ്റിയിൽ പറയുന്നത്. The main objective is to increase the revenue as a function for selection method after deducting the cost of expenditure incurred during the application of certain method. നമ്മൾ സെലക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ എക്സാമിനല്ല, എന്നാൽ ചില എക്സാമുകളിൽ നമ്മൾ എന്ത് വായിക്കുന്നുണ്ട്, എക്സാമിനേഷൻ ഫീ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സാമിനേഷൻ ഫീയിൽ നിന്ന് നമ്മൾ ആ വന്നിരിക്കുന്ന കോസ്റ്റ് കുറയ്ക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും റവന്യൂ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നഷ്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ഷൻ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാ എക്സ്പെൻസും കമ്പനി തന്നെ ഇൻകർ ചെയ്യുമ്പോൾ അവിടെ നഷ്ടം കമ്പനിക്ക് വരും. അപ്പോൾ നമ്മൾ മാക്സിമം അത് എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഓഫ് റവന്യൂ എങ്കിലും ആരിൽ നിന്ന് വാങ്ങിക്കാം, കാൻഡിഡേറ്റ്സിൽ നിന്ന് വാങ്ങിക്കാം. ഓക്കെ. ഈ സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി നീഡ്സ് എ ലോ സെലക്ഷൻ റേഷ്യോ. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സെലക്ഷൻ റേഷ്യോ കുറവായിരിക്കണം. ഇപ്പൊ ഒരു ലക്ഷം ആപ്ലിക്കൻസ് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി PSCയിലൊക്കെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു 10 പേരോ 14 പേരെയൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ സെലക്ഷൻ റേഷ്യോ വളരെ ലോ ആണ്. പ്ലസ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. Thus, it is totally related to the capacity of the organization to attract large number of talented and qualified applicants for every vacant position. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആണ്, അതിന്റെ കപ്പാസിറ്റി ആണ് എന്തോരം നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത്. നല്ല ഗുഡ് വിൽ ഉള്ള, നല്ല പ്രസ്റ്റീജ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ടാലന്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അർബൻ ഏരിയയിലേക്കുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് വരും. പക്ഷെ അധികം ഗുഡ് വിൽ ഇല്ലാത്ത, അധികം എന്താ പറയാ, അധികം റൂറൽ ഏരിയയിലേക്കുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒത്തിരി പേരൊന്നും അപ്ലൈ ചെയ്യില്ല. സോ അവിടെ സെലക്ഷൻ റേഷ്യോ തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ റേഷ്യോ എപ്പോഴും ലോ ആയിട്ടിരിക്കാനും
മാക്സിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നമ്മുടെ ജോബിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ആണ് റിയലബിലിറ്റി കേട്ടോ. റിയലബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെലക്ഷൻ ടെസ്റ്റിന്റെ റിസൾട്ട് സെയിം സെൻസിലായിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അതിൽ ബയാസ്ഡോ അല്ലെങ്കിൽ ഫെയർ അല്ലാത്തതോ ആവാൻ പാടില്ല, ബയാസ്ഡ് ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, റിയലബിലിറ്റി ഇറ്റ് ഡിനോട്ട്സ് ദ യൂണിഫോമിറ്റി ഓഫ് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റിന്റെ യൂണിഫോമിറ്റിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. എനി ടെസ്റ്റ് ഈസ് സെറ്റ് ടു ബി റിയൽ only if it is consistently producing the same result. അപ്പോ ഒരു ടെസ്റ്റ് എപ്പോഴാണ് റിയലബിൾ ആകുന്നത്, ഒരു സെയിം റിസൾട്ട് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ ടെസ്റ്റ് റിയലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ആൻ അൺറിയലബിൾ ടെസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ മേക്ക് സ്കോർ ഹൈ സ്കോർ at one element. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, അൺറിയലബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റില് അവർ ഹൈ സ്കോർ എന്ത് ചെയ്തു, മേ ബി എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ആദ്യം തന്നെ ഫസ്റ്റ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിച്ചു. പക്ഷെ സെക്കൻഡ് എക്സാമിന് വേഴ്സ് ആയിരുന്നു, ക്വസ്റ്റ്യൻസ് മാറി ചോദിച്ചത്. സോ സെക്കൻഡ് എക്സാമിന് ലോ മാർക്കാണ് വാങ്ങിച്ചത്. സോ നമുക്കത് ഈ ഒരു കാൻഡിഡേറ്റ്സിന്റെ റിസൾട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? റിയലബിൾ ആണ്? അല്ല, റിയലബിൾ അല്ല. കാരണം ഒരിക്കല് ഭയങ്കര ഹൈ മാർക്കും വേറൊരു ഭയങ്കര ലോ മാർക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ടെസ്റ്റ് റിയലബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, വിത്ത് ആൻ അൺറിയലബിൾ ടെസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ മെയിൻലി സ്കോർ ഹൈ അറ്റ് വൺ ഇവന്റ് ആൻഡ് വെരി ലോ ഓൺ ദ അതർ. ഈവൻ ഇഫ് ബോത്ത് ഇവന്റ്സ് ആർ മ്യൂച്വലി ക്ലോസ് ഇൻ ടൈം. അധികം ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നടന്ന രണ്ട് ടെസ്റ്റുകളാണ്. ഒരു ടെസ്റ്റിന് ഹൈ മാർക്കും ഒരു ടെസ്റ്റിന് ലോ മാർക്കും ആണെങ്കിൽ ദിസ് യൂണിഫോമിറ്റി ഈസ് ഡെവലപ്ഡ്. ഓക്കെ, അപ്പൊ നമുക്കത് അൺറിയലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ദിസ് യൂണിഫോമിറ്റി ഈസ് ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റീ എക്സാമിനേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സ്. ഇനി നമുക്ക് യൂണിഫോമിറ്റി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കാൻഡിഡേറ്റ്സിനെ കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റീ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. വിത്ത് ദ സെയിം ടെസ്റ്റ് ഓൺ 2 or more events. രണ്ടോ അതിൽ കൂടുതലോ ടെസ്റ്റ് വീണ്ടും ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് ആ റിയലബിലിറ്റി വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബൈ എനി അതർ മെത്തേഡ് ടു ഇവാലുവേറ്റ് ദ യൂണിഫോമിറ്റി ഓഫ് ദ ടെസ്റ്റ് സ്കോർ. അതേപോലെ തന്നെ യൂണിഫോമിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേതെങ്കിലും മെത്തേഡും കൂടി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെപ്പോഴും ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് റിയലബിൾ ആയിട്ട് തന്നെ വേണം കണ്ടക്ട് ചെയ്യാൻ. മറ്റു ഫ്രോഡോ അതേപോലെ തന്നെ മിസ്റെപ്രസന്റേഷൻസോ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ടെസ്റ്റിന് ഒരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് വാലിഡിറ്റി. വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് എലമെന്റ്. ഒരു ടെസ്റ്റിനെ സംബന്ധിച്ച് വാലിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ആസ് ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് ഇവാലുവേറ്റ് what it was supposed to be evaluated. നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ടെസ്റ്റിന്റെ വാലിഡിറ്റി. A selection test is required to be valid because validity provides a logical and legal accepted reason to carry out the test for screening of the job applicant. നമ്മൾ സെലക്ഷൻ ടെസ്റ്റിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലോജിക്കലിയും ലീഗലിയും ആ ഒരു വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫോംസ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. എ ടെസ്റ്റ് മസ്റ്റ് ബി വാലിഡ് അണ്ടർ എ സ്പെസിഫിക് സിറ്റുവേഷൻ ഫോർ എ ഡെഫിനിറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വാലിഡ് ആയിരിക്കും, പക്ഷെ അത് മേ ബി മറ്റൊരു ഗ്രൂപ്പിന് അത് വാലിഡ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വാലിഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്കാണ് നമ്മള് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ ജനറൽ നോളജോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ കുഴപ്പമില്ല. ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. നമ്മളപ്പോ എപ്പോഴും ഒരു അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് വരുമ്പോൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബാങ്കിങ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി കൊടുക്കാം. അപ്പൊ നമ്മളെപ്പോഴും ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് സിറ്റുവേഷനിൽ ആ ഡെഫിനിറ്റ് ഗ്രൂപ്പിന് ആപ്റ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് വേണം കണ്ടക്ട് ചെയ്യാനായിട്ട്. Therefore, a test is said to be valid
when it is capable of measuring the factors for which it is designed. നമ്മൾ ആ സെലക്ഷൻ ടെസ്റ്റ് എന്തിനാ ചെയ്തിരിക്കുന്നത്? നമുക്ക് അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടന്റിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. സോ നമ്മൾ ആ ഒരു മൈൻഡിൽ ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. നമുക്ക് വേണ്ടത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടന്റിനെയാണ്. അപ്പൊ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന് ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യുന്ന വ്യക്തിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ പ്രിപ്പറേഷൻ ആണ്. എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ദ ടെസ്റ്റ് മേ ഫെയിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി റിസൾട്ട്. ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആണ് ടെസ്റ്റിനെങ്കിൽ മേ ബി നമ്മുടെ ടെസ്റ്റിന്റെ റിസൾട്ട് തന്നെ ഫെയിൽ ആയിരിക്കും. പണ്ട് PSCയിലൊക്കെ ജോലി കിട്ടിയിരുന്നത് എളുപ്പമായിരുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നു, ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്ലേസ്ഡ് ആവുന്നു. പക്ഷെ ഇന്ന് ഒരു PSCക്ക് ഒരുപാട് നയങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ പ്രിലിംസ് ഉണ്ട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞ് മെയിൻ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, അങ്ങനെ കുറെ എന്താ പറയാ കുറെ ഘട്ടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുണ്ട് നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. therefore എന്താണ് കുറെ പേര് ഫെയിൽ ആവുന്നത്, ഫ്യൂ നമ്പേഴ്സ് മാത്രമേ എന്താവുന്നുള്ളൂ സെലക്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പൊ പ്രിപ്പറേഷൻ എപ്പോൾ സിമ്പിൾ ആവാനായിട്ട് ശ്രമിക്കാം. എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ദ ടെസ്റ്റ് മേ ഫെയിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി റിസൾട്ട്. നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചെയ്യണമെന്നില്ല. therefore a test needed to be prepared very efficiently and effectively. നമ്മൾ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യന്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, എഫക്റ്റീവ്ലി ആയിരിക്കണം, കറക്റ്റ് മാനറിലായിരിക്കണം പ്രിപ്പയർ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട്. നമുക്ക് നടപ്പിലാക്കാനും ഈസി ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു ടെസ്റ്റ് അക്കൗണ്ടന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. നമ്മൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ഒരു 1 hour ആണ് ടെസ്റ്റ്. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1 word ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഓർ അല്ലെങ്കിൽ വലിയ ബാലൻസ് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ഏതായിരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ളത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും ടഫ് അല്ലേ? കാരണം അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. നമുക്ക് കുറച്ചും കൂടി ടൈമും കാര്യങ്ങളും വേണ്ട ഒരു കാര്യമാണ് ഈ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളത്. 1 word ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആണ്, നമുക്കത് നടപ്പിലാക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, നമ്മൾ പ്രിപ്പറേഷൻ എപ്പോഴും സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ എപ്പോഴും സിമ്പിൾ ആക്കാനായിട്ട് നോക്കാം. ഇനി സ്യൂട്ടബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. A test must be according to the nature of the group on which it being conducted. നമ്മൾ ആ ഏത് ഗ്രൂപ്പിനാണോ അത് കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് ഒരു സ്യൂട്ടബിൾ ആയിരിക്കണം. നല്ല അത്യാവശ്യം അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങൾക്കും അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ. For example, a written test containing difficult word unless if it is applied to worker who are not much literate. അപ്പൊ ഒരു റിട്ടേൺ ടെസ്റ്റ് എന്ന് വെച്ചാൽ അധികം എന്താ പറയാ ലിറ്ററേറ്റ് ആവാത്ത എംപ്ലോയീസ് ആണ്, വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബാണ്. അങ്ങനത്തെ ജോബിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഒന്നും കണ്ടക്ട് ചെയ്യണമെന്നില്ല. എന്നുവെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് മേ ബി അവർക്ക് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിൽ വരുന്ന വായ്പകൾ റീഡ് ചെയ്ത് ആൻസർ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്നില്ല. നേരെ ഫോർമൽ ആയിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ അവർ എന്ത് ചെയ്താൽ മതി, ജോബിന് സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പൊ സ്യൂട്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടെസ്റ്റ് ഒരു ഗ്രൂപ്പിന് ആപ്റ്റ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതിന്. അപ്പൊ നമ്മൾ ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റീവ് എന്താണ് സെലക്ഷൻ ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർ സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് പറയുന്നത് ഒബ്ജക്ടിവിറ്റി ആണ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. എന്നിരുന്നാലും ടെസ്റ്റ് എപ്പോഴും ഫെയർ ആവാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാൻഡിഡേറ്റ്സിനും സെയിം ഇൻഫർമേഷൻ സെയിം എൻകറേജ്മെന്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് സെലക്ഷൻ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. അത് എല്ലാവർക്കും ആപ്റ്റബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു സെലക്ഷൻ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. റിയലബിലിറ്റി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് കിട്ടുന്ന സെലക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് റിയലബിൾ ആയിരിക്കണം. വാലിഡിറ്റി എന്ന് പറയുന്നത് ടെസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് വാലിഡിറ്റി. നമ്മുടെ ടെസ്റ്റ് നമ്മൾ വാലിഡ് ആയിരിക്കണം, നമുക്ക് സപ്പോർട്ട് ചെയ്യണം. വാലിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് അതിന് കിട്ടുന്ന റിസൾട്ട് വാലിഡ് ആയിരിക്കണം. ഫിഫ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ആണ്. ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ.
കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ജോബിനും അനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ജോബിനാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തോട്ടെ. അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബ് ഒക്കെ ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് ഇല്ല. അവർക്ക് ഏതാണ് ഫേവറബിൾ ആയിട്ടുള്ള കാര്യം? മേ ബി പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബിനാണെങ്കിൽ. പ്രാക്ടിക്കൽ ടെസ്റ്റ് മതി. അവർക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയാ? ഓക്കെ, നമ്മൾ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അതിന്റെ ഒബ്ജക്ടിവിറ്റി കൺസിഡർ ചെയ്യണം, യൂട്ടിലിറ്റി കൺസിഡർ ചെയ്യണം, റിയലബിലിറ്റി ആൻഡ് വാലിഡിറ്റി, പ്രിപ്പറേഷൻ ഈസി ആയിരിക്കണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് വേണം കണ്ടക്ട് ചെയ്യാൻ. ഇത് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണ്. നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. റിയലബിൾ ടൂൾ ആണ് നമ്മൾ നോക്കി, അല്ലെ? റിയലബിലിറ്റി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം, റിയലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്, ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കൻസിന് ഇത് ആപ്ലിക്കബിൾ ആകണം. ഈ സെലക്ഷൻ അറ്റ് ദ സെയിം ടൈം നമുക്ക് സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് പ്രെഡിക്റ്റേഴ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ ടാലൻസ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇൻടാഞ്ചിബിൾ ടാലൻസ് നമുക്കത് എന്നുവെച്ചാൽ അത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ടാലന്റ്, ഹിഡൻ ആയിട്ടുള്ള ടാലൻസ്, സ്കിൽസും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റണം. ഗോൾ ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്, നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഗോൾ എന്താണ്, നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രോസ്പെക്റ്റീവ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റണം. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്, നാളെ ഒരു പ്രാവശ്യം നമ്മൾ എന്തുകൊണ്ടാണ് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിനുള്ള റീസൺ എന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്തു, അതിൽ ഫസ്റ്റ് വന്നത് ഈ കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങളത് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ ടെസ്റ്റിന്റെ റെക്കോർഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം കോപ്പറേറ്റീവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരും സെലക്ഷന്റെ ബേസിലാണ്. അവരുടെ റെക്കോർഡ് പോലെ ഫിൽ ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ചെറിയ പോയിന്റിനൊക്കെ മേ ബി ജോലി മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ, കറക്റ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനൊക്കെ അത് യൂസ് ചെയ്യാനും പറ്റും. നോക്കാട്ടോ, അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. റിയലബിൾ ടൂൾ ആണ്. ആദ്യം പറയുന്ന പോയിന്റ് എന്താണ്? റിയലബിൾ ടൂൾ ആണ്. Selection tests are designed as reliable and unbiased tool to evaluate and select best candidate for the vacant position.
നിങ്ങൾക്ക് ആ വേക്കന്റ് പൊസിഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അത് റിയലബിൾ ആയിരിക്കണം, അതേപോലെ അൺബയാസ്ഡ് ആയിരിക്കണം. ബയാസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ മാൽറെപ്രസന്റേഷനോ ഒക്കെയാണ് നമ്മൾ ബയാസ്ഡ് എന്ന് പറയുന്നത്. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഒരു കാര്യം ഫ്രോഡോ അങ്ങനെയൊന്നും നടക്കാത്ത രീതിയിൽ വേണം സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ. ഒരു കാൻഡിഡേറ്റ്സിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും റിയലബിൾ ആവാനായിട്ട് ശ്രദ്ധിക്കണം. Selection tests are always free from personal biases and discrimination in comparison to other techniques used for selection purposes such as interview. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ പേഴ്സണൽ ബയാസസിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. നിങ്ങൾക്കറിയാലോ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ സെലക്ഷൻ ടെസ്റ്റിൽ അങ്ങനെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം ഓൾറെഡി അവരുടെ റിട്ടേൺ മാർക്സ് അവിടെ എൻറ്റേർഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. സോ നമുക്ക് ഇതില് നമുക്ക് അധികം ബയാസ് സെലക്ഷൻ ടെസ്റ്റിൽ നമുക്ക് അധികം എന്ത് ചെയ്യാൻ പറ്റില്ല, ബയാസ് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിസ്ക്രിമിനേഷൻസോ ബയാസോ ചെയ്യാത്ത രീതിയിൽ വേണം സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞത് റിയലബിൾ ടൂൾ ആണ്. സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വേണ്ട റൈറ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും എന്തിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം? ഡിസ്ക്രിമിനേഷനിൽ നിന്നും ബയാസിസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്, നമ്മളുടെ ആപ്ലിക്കൻസിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ, ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് ഒരു ഐഡിയൽ ആണ്. കാരണം ഒരു 1000 പേരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. 1000 പേരില് ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്നേക്കും ആക്ട് ആയിട്ടുള്ള 15 മെമ്പേഴ്സിനെ സോർട്ട് ചെയ്തെടുത്ത് അവർക്ക് ഇന്റർവ്യൂ വെക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത് പറഞ്ഞ പോലെ ആയിരിക്കും നല്ലത്. ഒരു എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇന്റർവ്യൂ വെക്കുന്നതിനും നല്ലത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് സെലക്ടഡ് ആവുന്ന കാൻഡിഡേറ്റ്സിന് മാത്രം എന്ത് ചെയ്യുന്നതാണ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെലക്ഷൻ ടെസ്റ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജസ് ഓവർ ഓൾ ടെസ്റ്റ്. എല്ലാ ടെസ്റ്റിലും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആസ് ഇറ്റ് ക്യാൻ ബി കണ്ടക്ടഡ് ഫോർ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അറ്റ് സെയിം ടൈം. സെയിം ടൈമിൽ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ ഈ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ഈസ് ദ ഓൺലി ടെക്നിക് ടു സേവ് ദ ടൈം ആൻഡ് മണി ഓഫ് ദ ഓർഗനൈസേഷൻ. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ ടൈമും മണിയും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. At the time of selecting the candidates from a large pool, large number of candidates നമുക്ക് ഏറ്റവും ആക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞത് ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ് ആണ്. ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെയിം ടൈമിൽ അവർക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് സെലക്ഷൻ ടെസ്റ്റിന്റെ വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ആണ്. സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് മണിയും അതേപോലെ തന്നെ നമ്മുടെ ടൈമും സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് ഈസിലി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പ്രെഡിക്റ്റേഴ്സ് ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്. സെലക്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് ഒരു പേഴ്സന്റെ ഹിഡൻ ആയിട്ടുള്ള ടാലന്റ്സും സ്കിൽസും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. Selection tests are useful tool to identify the hidden talent and skill of the individual. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് ചെയ്ത് ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള ടാലന്റ്സും അതേപോലെ തന്നെ ആ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനും അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. Then goal specific and target oriented. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ആ ജോബിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ടാർഗറ്റും സെയിം തന്നെയാണ്. In order to evaluate particular characteristics of individual, various selection tests are used by the organization. ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഒരുപാട് വേരിയസ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. മേ ബി അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, achievement test can be used to discover the existing performance of the applicant. ആപ്ലിക്കന്റിന്റെ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് ലെവൽ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ഇനി അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം.
On the other hand, aptitude tests are considered for evaluating for prospective performance. ഇനി വരാനിരിക്കുന്ന പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ ആണ് നമ്മൾ ഈ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു റെക്കോർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂച്ചർ റെഫറൻസിനോ മറ്റ് ഇൻവെസ്റ്റിഗേഷനോ വേണ്ടിയിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ആക്ട് ആസ് എ റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു റെക്കോർഡായിട്ട് തന്നെ നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫ്യൂച്ചർ റെഫറൻസിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അനലൈസിംഗ് ദ ഔട്ട്കം ഓഫ് സെലക്ഷൻ ടെസ്റ്റ് may result in formation of some guidelines for additional improvement in the content and administration of the test. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആൻഡ് ഇൻഫർമേഷൻസും കാര്യങ്ങളും അഡീഷണൽ ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് തന്നെ വെക്കണം. ഇറ്റ് ബിക്കം ഈസി ടു ഡ്രോ ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടെസ്റ്റ്. നമുക്ക് ആ ടെസ്റ്റിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനായിട്ട് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഫൈൻഡിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി കാൻഡിഡേറ്റ്സ്. അവരുടെ ആക്ച്വലും അതേപോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസും തമ്മിൽ ഉള്ള ഗ്യാപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സെലക്ഷൻ ടെസ്റ്റിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്തിരുന്ന വ്യക്തി. പിന്നീട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ടെസ്റ്റിൽ പറഞ്ഞ പോലെ അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഇൻവെസ്റ്റിഗേഷനോ മറ്റു കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യാനൊക്കെ ഈ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്യൂച്ചർ റെക്കോർഡ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയലബിൾ ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് വിശ്വസനീയതയോട് കൂടി തന്നെ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇൻടാഞ്ചിബിൾ ടാലന്റുകൾ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ടാലന്റ്സുകൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സെലക്ഷൻ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഗോൾ ആൻഡ് ടാർജറ്റ് ഓറിയന്റഡ് ആവാനായിട്ട് ശ്രമിക്കണം. ഗോൾ നമുക്ക് എന്താണോ നമ്മുടെ ഗോൾ, അതേപോലെ നമ്മുടെ ടാർജറ്റ് എന്താണോ അതിന് വേണ്ട കാൻഡിഡേറ്റ്സിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഫ്യൂച്ചർ റെക്കോർഡായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഡാറ്റാസ് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്യൂച്ചർ പർപ്പസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത്.
ഓക്കെ, ദെൻ നമ്മള് ഡിസഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റിലേക്കാണ് വരുന്നത്. സെലക്ഷൻ ടെസ്റ്റിന് ഇപ്പൊ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെലക്ഷൻ ടെസ്റ്റിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോൾ ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പിന് അത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ചെറിയൊരു ഗ്രൂപ്പിനാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് കയ്യിൽ ഫണ്ട് ടൈമും അതേപോലെ തന്നെ മണി പോകുന്നുണ്ട്. അപ്പൊ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഓൾവേസ് പ്രെഡിക്റ്റ് വർക്ക് പെർഫോമൻസ്, നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ വർക്ക് പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സെലക്ഷൻ ടെസ്റ്റിന്റെ മാത്രം ഒരു ബേസിസിൽ കാൻഡിഡേറ്റ്സിന്റെ വർക്ക് പെർഫോമൻസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി നല്ല സ്കോർ ആയിരിക്കും ചിലപ്പോൾ സെലക്ഷൻ ടെസ്റ്റിൽ കിട്ടുന്നത്, പക്ഷെ അവരുടെ മാർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ല് ആൻഡ് ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും, പുവർ ആയിരിക്കും. ജസ്റ്റ് അവർ ഭയങ്കരമായിട്ട് നോളജ് ഉണ്ടാവുമായിരിക്കും, അത് പ്രാക്ടീസ് സ്കിൽസ് അവർക്ക് കുറവായിരിക്കും. ക്യാൻ ബി യൂസ്ഡ് ഓൺലി എ സപ്ലിമെന്റ്, നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സപ്ലിമെന്റ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഇന്റർവ്യൂ അതേപോലെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി സെലക്ഷൻ ടെസ്റ്റ് ഒരു സപ്ലിമെന്ററി ആണ്, അതിന്റെയും കൂടി ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫ്ലെക്സിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ടെസ്റ്റുകൾ എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ മേ ബി ഇംപേഴ്സണൽ ടെക്നിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇൻഡിവിജ്വൽസിന് ആ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ക്രിറ്റിസിസം ഫോർ ഡിസ്ക്രിമിനേഷൻ, ചില ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട്. ചില ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ടാവും, ഞാൻ ഒന്നിനെയും വേദനിപ്പിക്കാൻ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഈ ചില തെറ്റുകളിൽ എന്താ പറയാ ചില കാര്യങ്ങളുടെ ബേസിൽ എന്താ പറയാ ചില വ്യക്തികൾക്ക് മാത്രം എന്ത് കൊടുക്കുന്നു, ജോബ് കൊടുക്കുന്നു, പക്ഷെ അതേ മാർക്കുള്ള മറ്റു വ്യക്തികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അല്ല. പക്ഷെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ഒത്തിരി പേര് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈവൻ ഇഫ് സെലക്ഷൻ ടെസ്റ്റിലായാൽ പോലും സെയിം സ്കോർ കിട്ടി സെയിം മാർക്കുള്ള ഒരു വ്യക്തിക്കും അതേ സെയിം പോസ്റ്റ് കിട്ടണമെന്നില്ല. ജസ്റ്റ് disadvantages of selection test. Through selection test have several advantages. നമ്മൾ ഡിസ്കസ് ചെയ്തു, സെലക്ഷൻ ടെസ്റ്റിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. They suffer from few disadvantages also, which are as follows. അതേ അഡ്വാൻറ്റേജസ് പോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റിനും അതിൻ്റെതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പിന് അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. Selection tests are not very effective from accept of the cost to choose the best candidate if the applicant pool is small. നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ നമ്മൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണിയാണ്. നമുക്ക് നേരെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അത്രയും കോസ്റ്റോ ടൈമോ നമുക്ക് വരുന്നില്ല. അപ്പോൾ സ്മോളർ ഗ്രൂപ്പിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇഫ് ഇറ്റ് നീഡ് പ്ലെന്റി ഓഫ് ടൈം, നമുക്കറിയാം സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ആൻഡ് മണി ടു പ്രിപ്പയർ സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ടൈമും അതേപോലെ തന്നെ മണി വേണം. ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഇസ് വാലിഡ് ഓർ റിയലബിൾ ഓർ നോട്ട്. അതേപോലെ സെലക്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് അത് റിയലബിൾ ആണോ അല്ലയോ എന്ന് നോക്കാനും ഒരുപാട് ടൈമും മണിയും നമുക്ക് ആവശ്യമാണ്. അപ്പോ ചെറിയ നമ്പർ ഓഫ് ഗ്രൂപ്പ്സിനാണെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് എഫക്റ്റീവ് അല്ല എന്നാ പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, നമ്മൾ അഡ്വാൻറ്റേജ് തന്നെ പറഞ്ഞു, സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കന്റ് ആണെങ്കിലാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. അപ്പോ ആദ്യത്തെ ഡിസ്അഡ്വാൻറ്റേജ് തന്നെ എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്സ്. ചെറിയ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ത് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് പ്ലെന്റി ഓഫ് ടൈം ആൻഡ് മണി കൺസ്യൂമിംഗ് ആണ് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുക, അത് വാല്യൂ ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. Cannot always predict the work performance.
ഓൺ ദ ബേസ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Selection tests are not always capable of making 100% forecast about on the job success of the individual. ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ജോബ് സക്സസിനെ കുറിച്ചിട്ട് നമുക്ക് 100% പ്രഡിക്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. Partly, they can dissolve the scores above the cutoff point who will be more successful rather than those who are scored below the deadline. മേ ബി ആ കട്ട് ഓഫ് പോയിന്റിന് താഴെയുള്ളവര് ആ ഒരു ജോലി ചെയ്യാനായിട്ട് കട്ട് ഓഫ് പോയിന്റ് മുകളിലുള്ളവരെക്കാളും കേപ്പബിൾ ആയിരിക്കും. പക്ഷെ എവിടെയും അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ജോബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഞാനൊരു അക്കൗണ്ടിങ് എക്സാം എഴുതാണെങ്കിൽ PSCയുടെ എന്ന് വിചാരിക്കുന്ന എക്സാമിൽ എഴുതാണെങ്കിൽ അത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മേ ബി അങ്ങനെ കൊടുക്കണമെന്നില്ല. 30% അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, ഓട്ടോമാറ്റിക്കലി PSC കുറെ നാളായിട്ട് PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാര് ഒത്തിരി ജനറൽ നോളജും അതേപോലെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്കില്ലും ഈ ഒരു എബിലിറ്റിയും ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിച്ച വ്യക്തികൾക്ക് അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരാണ്. എന്നുവെച്ചാല് ഈ സെലക്ഷൻ ടെസ്റ്റിന് മാത്രം ബേസിസിൽ നമുക്ക് ഒരാളുടെ വർക്ക് പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ സപ്ലിമെന്റ്. നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടെസ്റ്റ് ക്യാൻ ബി ഓൺലി യൂസ്ഡ് ആസ് സപ്ലിമെന്റ് റാദർ ദാൻ ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ other method of selection such as the application form and interview. ആപ്ലിക്കേഷൻ ഫോമും ഇന്റർവ്യൂ ഒക്കെ പോലെ തന്നെ ഒരു സപ്ലിമെന്റ് ആയിട്ട് മാത്രമാണ് സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ്, നമ്മൾ കൂടി പ്ലാൻ ചെയ്ത ടെസ്റ്റ് ആയിരിക്കും. ആൻഡ് ദേ കനോട്ട് ബി മോഡിഫൈഡ് കൺസ്റ്റന്റ്ലി ടു കറസ്പോണ്ടിങ് ടു ദി ചേഞ്ചസ് ഇൻ സിറ്റുവേഷൻ. നമുക്ക് വരുന്ന ചേഞ്ചസിനനുസരിച്ച് അത് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു, സെലക്ഷൻ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു, ആ റേറ്റ് തലേന്നാണ് മാറിയിരിക്കുന്നത്. നമ്മൾ ആ പറഞ്ഞ ഒരു എന്താ പറയാ, ഇപ്പോ SLRന്റെ റേറ്റോ എന്തെങ്കിലും മാറിയിരിക്കുന്നത് ലാസ്റ്റ് ഡേ ആയിരിക്കും. പക്ഷെ ആ ചേഞ്ചസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, സെലക്ഷൻ ടെസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തവർ പോലും അത് മിസ്റ്റേക്ക് ആയിട്ട് വരും. In addition, this says it is impersonal technique. It may fail to notice the significant individual difference which are essential for the job performance. The selection testing is a impersonal technique. അവിടെ പേഴ്സൺസിന്റെ ക്വാളിഫിക്കേഷനോ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് അവിടെ നമ്മൾ ആ മാർക്കും സ്കോറും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഡിഫറെന്റ് ആയിരിക്കും. സെയിം മാർക്ക് സ്കോർ ചെയ്ത് രണ്ട് വ്യക്തികൾ എടുത്താൽ രണ്ട് പേരുടെയും വർക്കിംഗ് സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ലേസി ആണെങ്കിൽ മറ്റൊരാൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആളാണ്. അത് സെലക്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഈ സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. At many times, the test and its users are criticized for discrimination against unprivileged classes. Unprivileged classes discrimination കിട്ടാറുണ്ട്. The tests are also considered as a threat to privacy. അവരുടെ പ്രൈവസിക്ക് ഒരു ത്രെറ്റ് ആയിട്ട് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ PSCയുടെ കേസ് ആണെങ്കിൽ അൺപ്രിവിലേജ്ഡ് കാസ്റ്റുകളുണ്ട്, ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് മാത്രമുള്ള ജോബ് പോസ്റ്റ് ഉണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി അവരെ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇത് ഇതിൽ വന്നതാണ് എന്നുള്ളൊരു മുൻവിധിയോട് കൂടിയായിരിക്കും ആൾക്കാർ ആ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു വ്യക്തികളെ അപ്രോച്ച് ചെയ്യുന്നത്. Sometimes such disapproval resists the organization from the looking forward a positive aspect of testing. ഈ ടെസ്റ്റിങ്ങിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ തന്നെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. നിങ്ങൾ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ് അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾക്ക് ജോബ് കിട്ടിയത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. എത്ര പറഞ്ഞാലും അത് മാറണമെന്നില്ല. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് ആണ് പറഞ്ഞത്. ഒരു സ്മോളർ ഗ്രൂപ്പിന് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്.
സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ടൈമും മണിയും അതേപോലെ കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതേപോലെ cannot be always predict വർക്ക് പെർഫോമൻസ്. നമുക്ക് എപ്പോഴും വർക്ക് പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. Can be used only as a supplement. സെലക്ഷൻ ടെസ്റ്റ് ഒരു സപ്ലിമെന്റ് മാത്രമായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് സെലക്ഷൻ ടെസ്റ്റ്. ക്രിറ്റിസിസ്റ്റ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഈ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ടെസ്റ്റിനും അതിൻ്റെതായ ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. റീഡ് ചെയ്യട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സെലക്ഷൻ ടെസ്റ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ് സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസും എന്തെല്ലാമാണ് കോമൺ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസും ആണ് നോക്കിയത്. നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you.